പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. ലൂക്കോസ് 10-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പിൻ. ഈ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ സന്തോഷം എന്തിലാണ്? സ്വർഗത്തിൽ നിങ്ങളുടെ പേർ ഉള്ളതിലാണോ നിങ്ങളുടെ സന്തോഷം? അതോ ഈ ഭൂമിയിൽ നശിച്ചു പോകുന്ന കാര്യങ്ങളിലുള്ള സന്തോഷമാണോ? പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നിങ്ങൾ പലതും നേടിയിട്ടും സ്വർഗരാജ്യം നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഒരുപക്ഷെ നിങ്ങൾ പലതിനെയും കുറിച്ച് വിഷമത്തിലായിരിക്കാം, കടബാധ്യതകളുടെയും കഷ്ടതകളുടെയും നടുവിലായിരിക്കാം. നിന്റെ പ്രശ്നങ്ങൾ ദൈവത്തോട് പങ്കുവയ്ക്കുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിന്റെ പ്രശ്നങ്ങളുടെ നടുവിലും നിന്നെ സന്തോഷത്താൽ നിറയ്ക്കുവാൻ ദൈവത്തിന് കഴിയും. സ്വർഗീയ സന്തോഷം നിന്നിൽ നിറയുമ്പോൾ നീ അനേകം വ്യക്തികൾക്ക് സന്തോഷം പകരുന്ന ഒരാളായി മാറും. മറിച്ച് ഈ ലോകത്തിലെ സന്തോഷത്തിന് പുറകിലേക്കാണ് നീ പോകുന്നതെങ്കിൽ അങ്ങനെ പോകുന്ന വ്യക്തികൾക്ക് എന്ത് സംഭവിക്കുമെന്നും വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് 20-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇന്ന് നീ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ തയ്യാറായാൽ ദൈവിക സന്തോഷത്താൽ നിന്റെ ഉള്ളത്തെ നിറയ്ക്കുവാൻ ദൈവം ശക്തനാണ്. നിന്റെ പേർ സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടോ എന്ന് നീ തന്നെ ശോധന ചെയ്തു നോക്കിയേ. ഇല്ല എങ്കിൽ മാനസാന്തരപ്പെടുക, സ്നാനപ്പെടുക, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക, വചനപ്രകാരം ജീവിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.